കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് വെബ് സീരീസ് ആണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഇത് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ 6 എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ. ഒരു ഗൾഫിലുള്ള അല്ലെങ്കിൽ ദുബായിലുള്ള 2 മലയാളികൾ തമ്മിലുള്ള പ്രണയവും അവരുടെ തന്നെ നാട്ടിലുള്ള ഒരു വീട് പണി ഇതിനെ ലിങ്ക് ചെയ്തിട്ടാണ് ഈ സീരീസ് പോകുന്നത്. ആൻഡ് കുറച്ച് ഒരു ഫൺ ഫീൽഡ് ആയിട്ട് പോകുന്നുണ്ട്. ഒരു ഫീൽ ഗുഡ് മോഡിലാണെന്ന് പറയും. ഭയങ്കര ഒരുപാട് ചിരിച്ച് മറക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല. ഒരു ഫീൽ ഗുഡ് അപ്രോച്ച് തന്നെയാണ് ഈ സീരീസിൽ. ഇവരുടെ പ്രണയം അത് അവസാനം എന്താവും എന്നുള്ളതാണ് സീരീസ് കാണിച്ചു തരുന്നത്. സോ തുടക്കം മുതലേ അവസാനത്തിന് അല്ലെങ്കിൽ ഇതിന് എൻഡിങ് എന്തായിരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. എങ്കിലും ഈ ക്യാരക്ടേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ച് വലിയ ബോറടിപ്പിക്കാതെ നമ്മൾ പിടിച്ചെടുക്കുന്ന ഒരു ഐറ്റം. ആൻഡ് ഇതിൽ ബോറടിക്കാതെ ഇരിക്കാനുള്ള മെയിൻ ഘടകങ്ങളിൽ ഒന്നായിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ റൺ ടൈമാണ്. കാരണം ഒരു മൊത്തം 6 എപ്പിസോഡുകൾ ഉണ്ടെങ്കിലും ഓരോ എപ്പിസോഡ് ഒരു അരമണിക്കൂറിന് താഴെയുള്ളൂ. ഒരു 20 മിനിറ്റൊക്കെ റൺ ടൈം വരുന്നുള്ളൂ. സോ അതുകൊണ്ട് ഇത് വലിപ്പിക്കാറില്ല. ഒരു 3 മണിക്കൂറിൽ കംപ്ലീറ്റ് ആയി തീരും. ഈ ചില സാധനങ്ങളുണ്ട്, ഈ സിനിമയ്ക്കകത്തുള്ള കഥയ്ക്കാൾ കൂടുതലുണ്ടാവും, എന്നാൽ വെബ് സീരീസിനുള്ള കഥ ഇല്ലതാനും. സോ അങ്ങനെ രണ്ടിൻ്റെ ഇടയിൽ പെട്ട് പോയിട്ട് വലിപ്പിച്ച് സീരീസ് ആക്കുന്ന കുറേ സീരീസുകൾ ഇറങ്ങിയിട്ടുണ്ട്, തമിഴിലും മലയാളത്തിലൊക്കെ തന്നെ. അതിൻ്റെയൊക്കെ മെയിൻ പ്രശ്നം ഇതാണ്, നമുക്ക് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ലാഗ് അടിക്കാൻ തുടങ്ങും, ബോറടിക്കാൻ തുടങ്ങും. സോ ഇതിൽ അങ്ങനെ വരുന്ന ഒരു പോയിന്റ് എത്തുമ്പോൾ ഇവർ നിർത്തും. അത് നന്നായിട്ട് എനിക്ക് തോന്നി. സോ ഓരോ എപ്പിസോഡ് ഒരു സാറ്റിസ്ഫൈങ് കൺക്ലൂഷനാണ് തരിക. ആൻഡ് സീരീസ് ഓവറോൾ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത സാധനം തന്നെയാണെങ്കിൽ ഒരു കണ്ടു കഴിയുമ്പോൾ ഓക്കെ ഒരു സാറ്റിസ്ഫാക്ടറി ഫീൽ തരുന്ന, ഇതിൽ കുഴപ്പമില്ലല്ലോ എന്ന് ഫീൽ ചെയ്യുന്നൊരു സാധനം. ആൻഡ് ഇതിൽ നീരജ് മാധവ്, ഗൗരി കിഷൻ, അജു വർഗീസ് എന്നിവരൊക്കെയാണ് പ്രധാന വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അവരുടെ ക്യാരക്ടേഴ്സും ഭയങ്കര സട്ടിലാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ലൗഡായിട്ടുള്ള ഒരുപാട് കാട്ടിക്കൂട്ടാനുള്ള സാധനങ്ങളൊന്നുമില്ല, എങ്കിലും വളരെ നീറ്റായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് അജു വർഗീസിൻ്റെ ക്യാരക്ടർ കുറച്ച് വെറൈറ്റി ആയിട്ട് ആ ഒരു അപ്രോച്ച് തന്നെ അടിപൊളിയാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല ആ ഒരു ക്യാരക്ടർ അവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു സൈഡ് കിക്ക് ക്യാരക്ടറായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു വിചാരിക്കുമ്പോൾ അതിനടുത്ത് വേറെ രീതിയിലേക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ കൊടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതും ഒരു വെറൈറ്റി അപ്രോച്ചാണെന്ന് തോന്നി. സോ മൊത്തത്തിൽ ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ആൻഡ് ഈ സാധനം ഇറങ്ങിയിട്ടുള്ളത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ്, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ അല്ല, ജിയോ ഹോട്ട്സ്റ്റാർ. ഇപ്പോൾ ജിയോ സിനിമ എന്ത് തേങ്ങയ്ക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു പിടുത്തില്ല. അതിൻ്റെ ഓട്ടോപേ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അതിൽ പോയാൽ ഇതിൽ കാണാൻ പറയും, ഇതിൽ പോയാൽ അതിലില്ല എന്ന് പറയും. ഇതിൽ നിന്ന് എടുത്ത് ഇവരും കണ്ടൻസ് മുഴുവൻ അതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവൻ, പ്രത്യേകിച്ച് HBO അടക്കമുള്ള എല്ലാ കണ്ടൻസും എടുത്ത് ജിയോ സിനിമയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെ പോയിട്ട് ഇപ്പോൾ ആ സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ അത് മുഴുവൻ ഇവിടെ എന്തിനാണ്, പിന്നെ എന്തൊക്കെയാണ് അവിടെ നടക്കണമെന്നൊരു പിടുത്തില്ല. സോ ഈ സാധനം ഹോട്ട്സ്റ്റാറിലാണ്, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ അല്ല, ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ. ജിയോ സിനിമയിൽ പോയാലും നിങ്ങൾക്കിത് കാണാൻ പറ്റും എന്നാണ് എനിക്കിപ്പോൾ എൻ്റെ അറിവിൽ. കാരണം അതിൽ പോയാൽ ഇതുണ്ട്, അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഇതിൽ കാണാം. ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ വേണമെന്നില്ല ഇതുവരെ കേട്ടോ. എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നില്ല, ചിലപ്പോൾ ഈ സെക്കൻഡിൽ ഒരു മാറ്റിയിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം, ഹോട്ട്സ്റ്റാർ. അതിപ്പോൾ ഏത് ഹോട്ട്സ്റ്റാറിനൊന്നും കൊടുത്തില്ല, ഹോട്ട്സ്റ്റാറിലാണ്. ഇതേപോലെ തന്നെ കുറേ വെബ് സീരീസ് ഓൾറെഡി ഹോട്ട്സ്റ്റാറിലുണ്ട് മലയാളത്തിൽ തന്നെ. ആ കൂട്ടത്തിൽ കുഴപ്പമില്ലാത്ത കുറച്ച് ക്വാളിറ്റി ഉള്ളൊരു ഐറ്റം. സോ കണ്ടവരുണ്ടെങ്കിൽ ഈ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.